എഞ്ചിനീയറിംഗോ ഡിപ്ലോമയോ കഴിഞ്ഞ് ക്യാമ്പസ് ഇന്റർവ്യൂ വഴി ഒരു ജോലിയാണോ അതോ സ്വന്തമായി ഒരു സംരംഭം തുടങ്ങാനാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ ഇതിനെല്ലാം സൗകര്യമൊരുക്കുന്ന SNM-IMT മാലിങ്കരയിൽ അഡ്മിഷൻ നേടും. SNM-IMTയുടെ പ്രത്യേകതകൾ: എഞ്ചിനീയറിംഗ് ഡിപ്ലോമ എന്ന 2 കോഴ്സുകൾ, ഉയർന്ന അക്കാഡമിക് നിലവാരം, പരിചയസമ്പന്നരായ മികച്ച അധ്യാപകർ, ആധുനിക സംവിധാനങ്ങളുള്ള ലാബ് സൗകര്യങ്ങൾ, പഠനം കഴിഞ്ഞിറങ്ങുമ്പോൾ തന്നെ ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ പ്ലേസ്മെന്റ് സെല്ലുകൾ, സംരംഭകത്വത്തിന് പ്രത്യേക വിഭാഗങ്ങൾ, കായിക താരങ്ങളെ നാഷണൽ തലം വരെ എത്തിച്ച കായിക പരിശീലകർ, മാനുഷിക മൂല്യങ്ങളെ അറിഞ്ഞ് അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുവാൻ NSS യൂണിറ്റുകൾ, വിദ്യാഭ്യാസ രംഗത്ത് 100 വർഷത്തെ പാരമ്പര്യമുള്ള ശക്തമായ മാനേജ്മെന്റ്, കൂടാതെ സൗജന്യ യാത്രാ സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കുന്നു. വിജയകരമായ ഭാവി ഉറപ്പുവരുത്തുന്നു. വിശദമായ വിവരങ്ങൾക്കായി വിളിക്കൂ. SNM-IMT എഞ്ചിനീയറിംഗ് ആൻഡ് പോളിടെക്നിക് കോളേജ്, മാലിങ്കര. വ്യോമയാന മേഖലയിൽ നിക്ഷേപ സാഹചര്യം ഒരുക്കാൻ കേരള ഏവിയേഷൻ സമ്മിറ്റ് 2025 നടന്നു. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ടുമായി സഹകരിച്ച് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവള ലിമിറ്റ്സ് സംഘടിപ്പിക്കുന്ന കേരള ഏവിയേഷൻ സമ്മിറ്റ് 2025 ശനിയാഴ്ച കൊച്ചിയിൽ തുടക്കമായി. സംസ്ഥാനത്ത് ആദ്യമായാണ് ഇത്തരത്തിലൊരു സമ്മേളനം സംഘടിപ്പിക്കുന്നത്. 2 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ സമ്മേളനത്തിന് താജ് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ഹോട്ടൽ വേദിയാകും. ഓഗസ്റ്റ് 23 ഞായറാഴ്ച വൈകിട്ട് 5:30 നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം കേരള മുഖ്യമന്ത്രിയും സിയാൽ ചെയർമാനുമായ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. വ്യവസായ, നിയമ, കയർ വകുപ്പ് മന്ത്രിയും സിയാൽ ഡയറക്ടറുമായ P. രാജീവ് അധ്യക്ഷത വഹിക്കും. കേരള സർക്കാർ വ്യോമഗതാഗത വികസനത്തെ രൂപപ്പെടുത്തിയിട്ടുള്ള കരട് വ്യോമയാന നയരേഖയുടെ പശ്ചാത്തലത്തിലാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത്. കേരളം ആഗോളം വ്യോമയാന രംഗത്ത് ശക്തമായ ചുവടുവെപ്പുകൾ നടത്തുന്നതിനുള്ള മാർഗങ്ങൾ കണ്ടെത്തുക, പുതിയ നിക്ഷേപങ്ങളും തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുക, വിനോദസഞ്ചാര വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് സമ്മേളനത്തിന്റെ ലക്ഷ്യം. 2 ദിവസങ്ങളായി നടക്കുന്ന 8 പാനൽ ചർച്ചകൾ എയർലൈൻ പ്രതിനിധികൾ, സാങ്കേതിക വിദഗ്ധർ, നിക്ഷേപകർ, കേന്ദ്ര വ്യോമയാന മന്ത്രാലയം, റെഗുലേറ്ററി ഏജൻസികൾ, എയർലൈനുകൾ, കാർഗോ ഓപ്പറേറ്റർമാർ, വ്യോമയാന വിദഗ്ധർ, വ്യവസായ നേതാക്കൾ, ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ, ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി, അന്താരാഷ്ട്ര ദേശീയ വ്യോമയാന വിദഗ്ധർ എന്നിവർ പങ്കെടുക്കും. സമാപന സമ്മേളനം ഓഗസ്റ്റ് 24 ഉച്ചയ്ക്ക് 12 മണിക്ക് നടക്കും. കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷൻ മേയർ M. അനിൽകുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. കൊച്ചി വിമാനത്താവളത്തിലെ പുതിയ എയർപോർട്ട് ഹെൽത്ത് ഓഫീസ് കെട്ടിടവും മുഖ്യമന്ത്രി ഞായറാഴ്ച ഉദ്ഘാടനം ചെയ്യും. രോഗി പ്രതിരോധവും ആരോഗ്യ നിരീക്ഷണവും ശക്തിപ്പെടുത്തി അടിയന്തര സാഹചര്യങ്ങൾ പ്രവർത്തന സജ്ജമായ സംവിധാനങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ക്വാറന്റൈൻ സൗകര്യങ്ങളും വൈറസ് പരിശോധന ലാബുകളും ഉൾപ്പെടുത്തി പൊതുജനാരോഗ്യ വെല്ലുവിളി ഫലപ്രദമായി നേരിടാൻ തയ്യാറാക്കിയതാണ് പുതിയ എയർപോർട്ട് ഹെൽത്ത് ഓഫീസ് കെട്ടിടം. റവന്യൂ മന്ത്രിയും സിയാൽ ഡയറക്ടറുമായ K. രാജൻ, ചീഫ് സെക്രട്ടറി ഡോക്ടർ A. ജയതിലക് IAS, MLA-മാരായ അൻവർ സാദത്ത്, റോഷി M. ജോൺ, MP ബെന്നി ബെഹനൻ, CN ഡയറക്ടർമാർ ഡോക്ടർ S. സെന്തിൽനാഥൻ, മനോജ് മേത്ത, CN മാനേജിംഗ് ഡയറക്ടർ S. സുഹാസ് IAS എന്നിവരോടൊപ്പം വ്യോമയാന രംഗത്തെ വിദഗ്ധരും പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, നെടുമ്പാശ്ശേരി.